പാക് അധിനിവേശ കാശ്മീർ എന്നറിയപ്പെടുന്ന POK സംബന്ധിച്ചുള്ള ചർച്ചകൾ വളരെയധികം പുരോഗമിക്കുകയാണ്. അതായത് POK നമ്മൾ പിടിച്ചെടുക്കുക തന്നെ വേണമെന്നാണ് ഇന്ത്യൻ ജനതയുടെ ഒരു ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യ ഔദ്യോഗികമായി പറയുന്നു, പാകിസ്ഥാൻ നടത്തിയ അധിനിവേശമൊക്കെ ഉപേക്ഷിച്ചിട്ട് അവിടം വിട്ടവർ പോകണം, POK ഞങ്ങൾക്ക് വിട്ടുതരണം. നമ്മുടെ ഔദ്യോഗികമായ നിലപാടാണ് പ്രഖ്യാപിച്ചത്. അതായത് നമ്മുടെ വിദേശകാര്യ വക്താവായ രൺധീർ ജയ്സ്വാളാണ് ഇക്കാര്യം ലോകത്തിന് മുന്നിൽ അറിയിച്ചത്. അപ്പോൾ POK സ്വന്തമാക്കുക എന്നത് നമ്മുടെ ഏറെക്കാലത്തെ ഒരു ആഗ്രഹമാണ്, ലക്ഷ്യമാണ്. അവിടേക്ക് നമ്മൾ കടന്നു കയറുകയാണ്. അതായത് POKയിലെ ഈ ഭീകരവാദികളുടെ അധിനിവേശം അല്ലെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതെല്ലാം തന്നെ നശിപ്പിക്കണം, ഒപ്പം POKയെ തിരിച്ചു കൊണ്ടുവരണം. ഇതാണ് നമ്മളുടെ ആവശ്യം. അതിനുവേണ്ടി കാശ്മീരുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചർച്ചയ്ക്ക് നമ്മൾക്ക് തയ്യാറല്ല. നമ്മളുടെ നിലപാട് ഇതാണെന്ന് ഈ രൺധീർ ജയ്സ്വാൾ പറയുന്നു. അപ്പോൾ ഈ പറച്ചിലെന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിൻ്റെ കുറച്ചുകൂടെ കടുത്ത ഭാഷയിലുള്ള പ്രഖ്യാപനമാണ്. അന്ന് നരേന്ദ്രമോദി പറഞ്ഞത് വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ല, വെള്ളവും അതുപോലെ തന്നെ രക്തവും ചർച്ചയും ഒരുമിച്ച് പോകില്ല, രക്തവും ട്രേഡും അതായത് കച്ചവടവും ഒന്നിച്ചു പോകില്ല. വളരെ കൃത്യമായ മെസ്സേജ് നൽകി. അതിനപ്പുറത്തേക്കാണ് ഇപ്പോൾ പറയുന്നത് POK എന്ന് പറയുന്നത് നമ്മളുടെ ലക്ഷ്യമാണ്, നമ്മളത് പിടിച്ചെടുക്കും. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം ഒക്കെ ആലോചിച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ പുതിയ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിച്ചു. അന്ന് കുറച്ച് സീറ്റുകളൊക്കെ നമ്മളവിടെ ഒഴിച്ചിട്ടിരുന്നു. എന്തിനാണെന്ന് പറഞ്ഞാൽ POK എന്ന് പറയുന്ന പ്രദേശം ഇന്ത്യയുടെ ഭാഗമാവുകയും അവിടെ നിന്ന് വരുന്ന ജനപ്രതിനിധികൾക്ക് ഇരിക്കാനുള്ള കസേരകളാണെന്ന് പറഞ്ഞ് കുറച്ച് കസേര മാറ്റിവെച്ചു. അപ്പോൾ എത്രയോ കാലമായി POK നമ്മുടെ ഭാഗത്താണ്, നമ്മുടേതാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. ഇവിടെ പഹൽഗാം അറ്റാക്കിൻ്റെ ഒരു പേരിൽ നമ്മൾ അവിടെ ലഷ്കർ-e തൊയ്ബ അതുപോലെ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ താവളങ്ങളെല്ലാം തകർത്തു. അപ്പോൾ തന്നെ എന്തുകൊണ്ട് POK പിടിച്ചുകൂടാ എന്നാണ് ചിന്തിക്കുന്നത്. നിലവിൽ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് അവിടെയുള്ള 90% ജനങ്ങളും ഇന്ത്യക്കൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇന്ത്യ ഞങ്ങൾക്ക് വേണം, അല്ലെ ഇന്ത്യയുടെ കൂടെ ഞങ്ങൾക്ക് ചേരണം. കാശ്മീരിൽ ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം അത് കാണുന്നു, അവർക്ക് അതിനുള്ള ഒരു ഉത്തേജനം നൽകുന്നുമുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. POKയിൽ ഏതാണ്ട് 50 ലക്ഷത്തോളമാണ് ജനസംഖ്യ. ഇതിൽ 90% ഇന്ത്യയുടെ അനുഭവം ഉണ്ടെന്ന് പറയാം, ശരിയായിരിക്കാം. പക്ഷേ POKയിൽ ഈ പാകിസ്ഥാൻ കൊണ്ട് താമസിപ്പിച്ചവരിലേറിയ പങ്കും ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവരും അവരുടെ അനുയായികളുമാണ്, ഒപ്പം ഇന്ത്യ വിരോധികളുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ 50 ലക്ഷം പേരിൽ 1% അങ്ങനെയുള്ള ആൾക്കാരാണെന്ന് കരുതുക. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 ലക്ഷത്തോളം പേർ. അപ്പോൾ POKയെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുമ്പോൾ സ്വാഭാവികമായും ഇവരും ഇന്ത്യയുടെ ഭാഗമായി മാറും. എന്ന് പറഞ്ഞാൽ രോഹിംഗ്യകൾക്ക് കിട്ടിയതുപോലെയുള്ള കുറേ സ്വാതന്ത്ര്യങ്ങൾ ഇവർക്ക് കിട്ടുന്നു. അപ്പം മതം ഇഞ്ചക്റ്റ് ചെയ്യപ്പെട്ട ഭീകരവാദം തലയ്ക്ക് പിടിച്ച ഇത്തരത്തിലുള്ള ആളുകൾ ഒരുപക്ഷെ ഇന്ത്യൻ പൗരന്മാരായി മാറിയാൽ റേഷൻ കാർഡ്, ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ് എല്ലാം ഇവർക്ക് ലഭിക്കും. എന്ന് വെച്ചാൽ കശ്മീർ മുതൽ കന്യാകുമാരി വരെ സ്വതന്ത്രമായി ഇവർക്ക് സഞ്ചരിക്കാം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശ്വാസകരമായ ഒരു കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പറയുന്ന POK മേഖലയിൽ ഒരു സംഘർഷം ഉണ്ടാവുകയാണ്, ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും പാകിസ്ഥാനുമായിട്ടല്ല, അവിടെയുള്ള ലഷ്കർ-e തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഭീകരവാദികളുമായിട്ടൊരു സംഘർഷം ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനുമായിട്ട് ഒരു പോർമുഖം POKയിൽ തുറക്കുക. അങ്ങനെയുണ്ടെങ്കിൽ ഇന്ത്യൻ ആക്രമണത്തെ ഭയന്ന് കുറേ പേർ, പ്രത്യേകിച്ച് ഈ ഭീകരവാദികൾ, തീവ്രവാദികൾ, ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നവർ ഇവർ പലായനം ചെയ്തു പോകും. അതുപോലെ തന്നെ യുദ്ധം പേടിച്ച് ഭീകരർ പല ഭാഗത്തേക്ക് ഓടിപ്പോകും. അവശേഷിക്കുന്ന ആൾക്കാർ പാകിസ്ഥാൻ്റെ തന്നെ ലാഹോർ, റാവൽപിണ്ടി, അതുപോലെ തന്നെ ഇസ്ലാമാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പോകും. അപ്പോൾ ഈ മേഖല ഏതാണ്ട് ഇന്ത്യൻ അനുകൂലികളുടേത് മാത്രമായി മാറും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ POKയെ നമ്മളോട് കൂട്ടിച്ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ പ്രശ്നം പറ്റുന്നതെന്ന് പറഞ്ഞാൽ 50 ലക്ഷം മദ്രസ ജനസംഖ്യ കൂടുന്നു എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതിൽ ആരൊക്കെയാണ് പാകിസ്ഥാന് വേണ്ടി പിന്നെയും പ്രവർത്തിക്കുന്നത്, ആരൊക്കെയാണ് പാകിസ്ഥാന് വേണ്ടി കള്ളപ്രവർത്തനം നടത്തുന്നത്, ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ തന്നെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവരൊക്കെ ഇതേക്കുറിച്ച് കൃത്യമായ ചർച്ച നടത്തുകയും POKയുടെ കാര്യത്തിൽ ഒരു സഡൻ തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ POKയെ ഈ പഹൽഗാം അറ്റാക്കിൻ്റെ കൂട്ടത്തിൽ തിരിച്ചടിച്ച കൂട്ടത്തിൽ ഇതിനെ തിരിച്ചു പിടിക്കാമായിരുന്നു. അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ ഒരുപക്ഷെ തീവ്രവാദികൾ അല്ലെങ്കിൽ ഭീകരവാദികൾ എന്ന നിലപാടുള്ളവർ അതിനെ മുതലെടുക്കും. ഇപ്പോൾ നമുക്കറിയാലോ, ഇസ്രയേലും ഗസയിൽ ചില ആക്രമണം നടത്തി. ഗസയിൽ ഹമാസിനെതിരെയാണ്, അല്ലാതെ പലസ്തീനെതിരെയല്ല ഇസ്രയേൽ അറ്റാക്ക് നടത്തിയത്. അപ്പോൾ ഗസയിലേക്ക് കടന്നു വന്ന ഹമാസിനെ പൂർണ്ണമായിട്ടും ഓടിക്കുന്നു, അവരെ കൊന്നു തള്ളുന്നു. ഏതാണ്ട് 70,000-ഓളം പേര് ഇതിനകം അവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഇന്ത്യയും സമാനമായ ഒരു ആക്രമണം
POKയിൽ നടത്തണമെങ്കിൽ POK ഒരു യുദ്ധമുഖമായി മാറണം. എങ്കിൽ മാത്രമേ അവിടെയുള്ള ഭീകരരെ കൊല്ലാൻ പറ്റൂ. അല്ലെങ്കിൽ പാകിസ്ഥാനിലെ സിവിലിയൻസിനെ കൊന്നു എന്ന് പറഞ്ഞ് ലോകത്തിന് മുന്നിൽ നമ്മളെ അപഹാസ്യരാക്കാൻ പാകിസ്ഥാന് കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനുമുള്ള സംഘർഷം ആരംഭിച്ചപ്പോൾ തന്നെ അവിടെ നിന്ന് പാകിസ്ഥാൻ ആർമി അവർ തന്ത്രപൂർവ്വം മാറ്റി. ഒരു പുതിയ യുദ്ധതന്ത്രമായിരുന്നു. പക്ഷേ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ട് നമ്മൾ അത്തരത്തിലൊരു വലയിൽ ചെന്ന് വീണില്ല. മാത്രമല്ല നമ്മൾ പറയുന്നു ഇനി POKയുമായിട്ടുള്ള ചർച്ചയ്ക്കൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്തെങ്കിലും തരത്തിൽ ഇന്ത്യക്ക് നേരെ ഇനി ഒരു വെടിയുതിർക്കുകയോ അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റം നടത്തുകയോ പ്രകോപനം സൃഷ്ടിക്കുകയോ ചെയ്താൽ ഒറ്റ അറ്റാക്ക് അതിലൂടെ POK ഞങ്ങൾ പിടിച്ചെടുക്കും, ഞങ്ങൾ സ്വന്തമാക്കിയിരിക്കും. ഇതാണ് ലോകത്തിന് മുന്നിൽ പറയുന്നത്. അപ്പം ഭീകര സംഘടനകൾ, ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഇവർക്കെല്ലാം ട്രെയിനിങ് നൽകുന്ന പാകിസ്ഥാൻ ആർമി, പാകിസ്ഥാൻ ഭരണകൂടം ചില വ്യക്തമായ ലക്ഷ്യങ്ങളോടെ, ഉദ്ദേശങ്ങളോടെ മുന്നോട്ട് പോവുകയാണ്. ഇതിനെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഈ POKയിലെ 90% ജനങ്ങളും നമ്മളോടൊപ്പം ചേരാൻ താല്പര്യമുണ്ടെങ്കിലും 1% ആളുകൾ അങ്ങനെ അല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് വലിയ ഭീഷണിയാണ്. അപ്പോൾ അത്രയും ആളുകളെ കൂടെ നമ്മൾ എന്തിനാണ് ഇനി ചുമക്കുന്നത്? അങ്ങനെ ചുമന്നാൽ അവർക്ക് വേണ്ടി കൂടെ നമ്മുടെ ഈ വിഭവങ്ങളെല്ലാം തന്നെ പങ്കുവെക്കേണ്ടി വരും. അവരുടെ സ്വഭാവം എന്താ, അവരുടെ മനസ്സിലെന്താ, മതം ഇഞ്ചക്ട് ചെയ്യപ്പെട്ടവരാണോ, തീവ്രവാദം തലയ്ക്ക് പിടിച്ചവരാണോ, ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര രാജ്യത്തിൻ്റെ സ്വഭാവം ഒരുപക്ഷെ അവർ പുലർത്തിയേക്കില്ല. അതൊരു സംശയമായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം ബലൂജ്, സിന്ധ്, അതുപോലെ തന്നെ ഖൈബർ പഷ്തൂൺഖ്വ, പഞ്ചാബ് മേഖലയിലൊക്കെ തന്നെ ഇതുപോലെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ POKയിലും ഇതുപോലെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായി വലിയ കലാപം ഉണ്ടാകട്ടെ, വലിയ പ്രശ്നങ്ങളുണ്ടാകട്ടെ. ഇപ്പോൾ നമുക്കറിയില്ല ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ വലിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് ബലൂജിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അവർ തന്നെ പ്രഖ്യാപിച്ചു. സ്വന്തമായി ഫ്ലാഗ്, ദേശീയഗാനം, അതുപോലെ പാർലമെൻറ്റ് മന്ദിരം ഇതൊക്കെ നിർമ്മിച്ച് അവരൊരു പുതിയ രാജ്യമായിട്ട് മാറുകയാണ്. ഇത്തരത്തിൽ നടത്തുന്ന നീക്കത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പരസ്യമായിട്ട് നമ്മൾ പറയുന്നില്ല. അവർക്ക് ആയുധങ്ങൾ, അതുപോലെ തന്നെ പണം ഒക്കെ എത്തിച്ചു കൊടുക്കുന്നത് നമ്മളാണ്. ഇത് നമ്മളാണ് ചെയ്യുന്നതെന്ന് പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പഹൽഗാമിൽ ഈ അറ്റാക്ക് നടത്തിയ ഭീകരരുണ്ട്. അവർക്ക് പരിശീലനം നൽകിയത് അവരുടെ കൂടെയുള്ള കൂട്ടാളികൾ ഇവരെല്ലാം തന്നെ ഒളിവിൽ താമസിച്ചത് ഈ POKയിലാണെന്ന് ഇന്ത്യക്ക് വ്യക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാനമായിട്ട് ഇവർക്ക് പരിശീലനം, ഈ ട്രെയിനിങ് ക്യാമ്പ്, പരിശീലന സഹായങ്ങൾ അതെല്ലാം ചെയ്തു കൊടുത്തത് POKയിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മളുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് POKയിലെ ഭീകരരുടെ താവളങ്ങളായിരുന്നു. അതായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് ഇവരുടെ താവളങ്ങളെല്ലാം നമ്മൾ കത്തിച്ച് തീർത്ത് കളഞ്ഞത്. അതുകൊണ്ട് പാകിസ്ഥാന് ലോകരാജ്യങ്ങളോട് പറയാൻ കഴിഞ്ഞില്ല ഞങ്ങളുടെ സിവിലിയൻസിനെ ആക്രമിച്ചു എന്ന്. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം കറക്റ്റാണ്. ഇപ്പോൾ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ട് POKയെ ഇന്ത്യയോട് ചേർത്തതിന് ശേഷം മാത്രമേ എനിക്ക് സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ കഴിയൂ. അപ്പോൾ ഇന്ത്യയുടെ ലക്ഷ്യം വളരെ കൃത്യമാണ്. POK നമ്മൾ പിടിച്ചെടുത്തിരിക്കും. അപ്പോൾ ഹമാസിലെ ഭീകരരെ ഉൾപ്പെടെ ഈ POKയിൽ കൊണ്ടുവന്ന് അവിടെ വലിയ സ്വീകരണമൊക്കെ നൽകി എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ നന്നായി പ്രകോപിപ്പിക്കുക. ഈ രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ റോഹിംഗ്യൻസിന് കിട്ടിയതുപോലെയുള്ള ഒരു അവകാശവും അധികാരവും ഒക്കെ കിട്ടുകയാണെങ്കിൽ പാകിസ്ഥാന് ഈ POK ഇന്ത്യയുടെ കൂടെ ചേർന്നാലും അവിടെ നിന്ന് ഒളിപ്പോര് നടത്താം. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ പെട്ടെന്നൊരു നീക്കത്തിലേക്ക് വരുന്നില്ല. 1965 യുദ്ധ സമയത്ത് വേണമെങ്കിൽ നമുക്കിത് പിടിച്ചെടുക്കാമായിരുന്നു. POK 1971 പിടിച്ചെടുക്കാമായിരുന്നു. അന്ന് ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ നിലകൊണ്ടു. അപ്പോൾ ഈ സമയത്തൊന്നും നമ്മൾ നിലകൊള്ള അല്ലെ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്ന എന്താണെന്ന് വെച്ചാൽ ഈ അവസരം വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്നത്. അങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ ഈ പറയുന്ന സിവിലിയൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായി ഭീകരവാദികളെ അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്കെതിരെ അതിക്രമം നടത്തിയ ആൾക്കാരെ അവരുടെ ക്യാമ്പുകളെ തെരഞ്ഞു പിടിച്ചാണ് നമ്മൾ അറ്റാക്ക് നടത്തിയത്. ഇനി പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കാതിരിക്കാൻ അവരുടെ ആർമി ക്യാമ്പുകൾ, അതായത് വ്യോമസേനയുടെ ക്യാമ്പുകളെല്ലാം തന്നെ തകർത്തു. റൺവേ ഉൾപ്പെടെ, സിഗ്നലിംഗ് സംവിധാനം ഉൾപ്പെടെ, റഡാർ സംവിധാനങ്ങളെല്ലാം തന്നെ തകർത്തു. ഒരു കാരണവശാലും വ്യോമസേനയ്ക്ക് അവിടെ നിന്ന് അവരുടെ എയർക്രാഫ്റ്റുകൾ പറന്നു പൊങ്ങി നമ്മളെ അറ്റാക്ക് നടത്താനുള്ള ഒരു സാഹചര്യവും ഉണ്ടായില്ല. അങ്ങനെ കൃത്യമായി അടികൊടുത്തു. അതുകൊണ്ടാണ് POKയുടെ കാര്യത്തിൽ നമ്മൾ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് എല്ലാവർക്കും സംശയം തോന്നുന്നത്. എന്തായാലും നമ്മൾ വ്യക്തമായ നിലപാട് പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ POKയിൽ നടത്തിയത് അധിനിവേശമാണ്. അതുകൊണ്ട് അവിടം ഒഴിഞ്ഞു പോകണം. രൺധീർ ജയ്സ്വാൾ എന്ന് പറയുന്ന നമ്മുടെ വിദേശകാര്യ വക്താവ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കി ലോകത്തിന് മുന്നിൽ നമ്മളിത് പറയുകയും ചെയ്തു. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് പറയുന്നതെന്ന് അറിയാനായിട്ട് ലോകരാജ്യങ്ങളെല്ലാം കാതോർത്തിരുന്നു. അപ്പോഴും കൃത്യമായി പറഞ്ഞിരുന്നു ഈ രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല എന്ന് പറഞ്ഞാൽ സിന്ധു നദീജല കരാർ നമ്മൾ മരവിപ്പിച്ചത് അതേപടി തുടരും. വേണമെങ്കിൽ ഈ POKയ്ക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നം സൃഷ്ടിക്കാൻ അവിടെ കടുത്ത വരൾച്ച വരാം. നമ്മൾ വെള്ളം കൊടുത്തില്ലെങ്കിൽ അവർ വലിയ ബുദ്ധിമുട്ടിലാവും. ഇനി പെട്ടെന്ന് കശ്മീർ മേഖലയിലൊക്കെ മഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡാമിൻ്റെ ഷട്ടർ പൊക്കിയാൽ മതി, അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങൾ പോലെ
ചില അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ ഒരുപക്ഷെ POKയിൽ സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നുള്ള ഭീകരർ തീവ്രവാദികളൊക്കെ തന്നെ ഒരുപക്ഷെ അവിടെ നിന്ന് പലായനം ചെയ്തു പോകും. യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായെങ്കിൽ നമ്മൾ POKയിലാണ് അറ്റാക്ക് ചെയ്യേണ്ടത്. അങ്ങനെ അറ്റാക്ക് ചെയ്താൽ ഇന്ത്യയുമായി യോജിച്ച് നിൽക്കുന്ന ആൾക്കാർ അവിടെ നിന്ന് മാറിപ്പോവുക. പിന്നീട് നമുക്ക് POKയെ ഇന്ത്യക്കൊപ്പം കൂട്ടിച്ചേർക്കുകയും ചെയ്യാമല്ലോ. ഇതാണ് ട്രംപ് ഈ ഗസയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇസ്രായേലിനോട് പറഞ്ഞത്. കാരണം അവിടെ നിൽക്കുന്ന ആൾക്കാരെ മുഴുവൻ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും ഒക്കെ കടത്തിവിടുക, അതിനുശേഷം ഗസയെ ഫ്രീ ആക്കുക, എന്നിട്ട് ഗസയെ ഒരു മനോഹര ഭൂപ്രദേശമാക്കാം എന്ന് പറയുന്നതിന് സമാനമല്ലെങ്കിലും ഈ ഭീകരരെ, തീവ്രവാദ സ്വഭാവമുള്ളവരെ, ഇന്ത്യ വിരുദ്ധരെ ഒക്കെ ഒഴിപ്പിച്ചാൽ ഈ POK മനോഹരമായ സ്ഥലമാണ്. എന്തിന്? സ്വിറ്റ്സർലൻഡ് പോലെയുള്ള മനോഹരമായ സ്ഥലങ്ങൾ പോലും ഈ പാക് അധിനിവേശ കശ്മീരിലുണ്ടെന്നാണ് പറയുന്നത്. അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് പിടിക്കാം. അല്ലാതെ അവിടുത്തെ 50 ലക്ഷം ജനങ്ങളെ വെറുതെ എടുത്ത് നമ്മൾ തലയിൽ ചുമക്കുകയും നമ്മുടെ വിഭവങ്ങൾ അവർക്ക് പങ്കുവെക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് തന്ത്രപരമായ നിലപാട് നമ്മൾ സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ചില തോട്ട് പ്രോസസ്സ് നടത്തണം, ഡിസ്കഷൻ നടത്തണം, അതുപോലെ തന്നെ കൂടുതൽ സമയമെടുത്ത് ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചന നടത്തണം. ഈ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന POK എന്തുകൊണ്ടാണ് നമ്മൾ പിടിച്ചെടുക്കാത്തത്, എന്തുകൊണ്ടാണ് നമ്മൾ സ്വന്തമാക്കാത്തത് എന്നത് സംബന്ധിച്ച് വലിയ ചർച്ച, സംശയമൊക്കെ നിലനിൽക്കുന്നു. അതിൽ സംശയമൊന്നും വേണ്ട. ഇന്ത്യക്ക് കൃത്യമായ പ്ലാനുണ്ട്. സമയമാകുമ്പോൾ ആ രീതിയിലുള്ള മുന്നേറ്റം നടത്തും. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, പാകിസ്ഥാൻ്റെ നിലപാടുകൾക്കനുസരിച്ചായിരിക്കും തുടർ നടപടി എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം കര, വ്യോമ, നാവിക സേനകൾ ഇപ്പോഴും യുദ്ധസമാനമായ സാഹചര്യത്തെ നേരിടാൻ സജ്ജമായി കഴിഞ്ഞു. അതുകൊണ്ട് പാകിസ്ഥാനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു പ്രകോപനമുണ്ടായാൽ അതിനെ യുദ്ധപ്രഖ്യാപനമായി കണ്ടിട്ടായിരിക്കും ഞങ്ങൾ തിരിച്ചടിക്കുക. ഒറ്റ അറ്റാക്കിലൂടെ POKയെ ഞങ്ങൾ സ്വന്തമാക്കിയെന്നിരിക്കും. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ഇങ്ങനെ ഞെട്ടി വിറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.